എല്ലാ മുസ്ലിമുകളും തീവ്രവാദികളാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അവരിൽ 20% തീവ്രവാദികൾ, അവർ കലാപകാരികളാണ്. ബാക്കി 80% അവർ ഭീഷണിപ്പെടുത്തിയും തെറ്റിദ്ധരിപ്പിച്ചും വർഗീയ ഏകീകരണം നടത്തുകയാണ്. PC ജോർജ് പറഞ്ഞു തുടങ്ങി. 2010 കേരള മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ നൽകിയ മുന്നറിയിപ്പാണിത്. ഇതേക്കുറിച്ച് പൊതുസമൂഹം ബോധമുള്ളവരാകണം. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ 179 പോളിംഗ് ബൂത്തുകളിൽ 26ഓളം ബൂത്തുകളിൽ എന്നെ അനുകൂലിക്കുന്നവർക്ക് നേരെ ജിഹാദികൾ നടത്തിയ കയ്യേറ്റ ശ്രമങ്ങൾ ലോകം അറിഞ്ഞില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമെന്ന് ഊറ്റം കൊള്ളുന്ന ഇന്ത്യയിൽ ജിഹാദികളെ പേടിച്ച് പോളിംഗ് ബൂത്തിൽ പോയി സ്വതന്ത്രമായി വോട്ടവകാശം വിനിയോഗിക്കുവാൻ എന്നെ അനുകൂലിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് കഴിയാതെ പോയി. പൂഞ്ഞാറിൽ ഭീകര സംഘടനകളുടെ അടക്കം വെല്ലുവിളികളും ആക്രമണങ്ങളും ഉണ്ടായി. ലവ് ജിഹാദ് നടത്തുന്നതും ഇവരാണ്. എൻ്റെ മണ്ഡലത്തിലെ 35 ക്രൈസ്തവ യുവതികളെയും 12 ഹിന്ദു യുവതികളെയും ലവ് ജിഹാദിൽ കുടുക്കി എവിടേക്കോ കൊണ്ടുപോയിരിക്കുന്നു. ജോർജ് പറയുന്നു, 40 വർഷമായി കേരളത്തിലെ MLA ആയിരുന്ന ഒരു വ്യക്തി പരസ്യമായി ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപത്തെക്കുറിച്ച് എന്തേ അന്വേഷണമില്ല? ജോർജിനെ വർഗീയവാദിയായി ചിത്രീകരിച്ച് തൃപ്തിപ്പെടാതെ ഈ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് സത്യം ലോകത്തോട് പറയരുതോ? ഹിന്ദു രാഷ്ട്രം വരണം എന്ന് പറഞ്ഞ ജോർജിൻ്റെ വാക്കുകൾക്കെതിരെ ഹാലിളകി പ്രതികരിച്ച സാംസ്കാരിക നായകന്മാരോടായി ജോർജ് ചോദിക്കുന്നു, 2031 കേരളവും 2047 ഇന്ത്യയും ഇസ്ലാമിക രാഷ്ട്രമാക്കും എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ SDPI നേതാവിനെതിരെ എന്തേ ഒരക്ഷരം പോലും പറയുന്നില്ല? മുസ്ലിം സമൂഹത്തിൻ്റെ വ്യാപനത്തിലൂടെ യൂറോപ്പിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജോർജ് സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നത്. 1947 ഭാരതം വെട്ടിമുറിച്ച് ഉണ്ടാക്കിയ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളും ജോർജ് അനുസ്മരിക്കുന്നുണ്ട്. എന്നാൽ പലായനം ചെയ്ത് എത്തിയ യഹൂദർക്കും പാഴ്സികൾക്കും അടക്കം അഭയം നൽകിയ നാടാണ് ഭാരതം. അതാണ് ഹിന്ദുസ്ഥാൻ്റെ സംസ്കാരം. അതുകൊണ്ടാണ് ഞാൻ ആ വാദം ഉന്നയിച്ചത്. കേരളത്തിലെ ഭരണം പിടിക്കുവാൻ വേണ്ടി ഇടതു വലതു മുന്നണികൾ തങ്ങളെ പിന്താങ്ങുന്ന ജിഹാദികളുടെ അജണ്ട മനഃപൂർവ്വം കാണാതെ പോവുകയാണ്. ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ പല നേതാക്കൾക്കും പെട്ടെന്ന് അത് തിരുത്തേണ്ടി വന്നത് തന്നെ ഈ സംഘടിത ശക്തിയുടെ സ്വാധീനമാണ് വെളിപ്പെടുത്തുന്നത്. ലവ് ജിഹാദ് ഇല്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ ഇല്ലാതാകുമോ? ജോർജ് ചോദിക്കുന്നു. ലവ് ജിഹാദ് എന്ന ഒരു പദം അവർക്കറിയില്ലായിരിക്കും. പക്ഷേ അതിലൂടെ ഉദ്ദേശിക്കുന്ന സംഭവം കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങളിൽ വലിയ ആകുലതയാണ് ഉണ്ടാക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് തന്നെ 47 പെൺകുട്ടികളെ ലവ് ജിഹാദിൽ കുരുക്കി തട്ടിക്കൊണ്ടുപോയതായി എനിക്കറിയാം. 35 ക്രൈസ്തവ യുവതികളും 12 ഹിന്ദു യുവതികളും. അവർ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. തീക്കോയിൽ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് ഒരു യുവാവ് കൊണ്ടുവന്ന ബൈക്കിൽ കയറിപ്പോയത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അവൾ എവിടെയുണ്ട്? ആർക്കും അറിയില്ല. വോട്ടെടുപ്പിന് ശേഷം ഏതാനും ദിവസം കഴിഞ്ഞ് പുറപ്പെടുവിച്ച കുറിപ്പിൽ ജോർജ് പറഞ്ഞു, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനല്ല, സമൂഹത്തെ ബോധവൽക്കരിക്കുവാനാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം വിശദീകരിച്ചു. ഒരിക്കൽ മുസ്ലിം സമുദായത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് വിജയങ്ങൾ കൊയ്യുകയും അവർക്ക് വേണ്ടതെല്ലാം മറ്റു സമുദായങ്ങളുടെ പോലും നൽകി ലവ് ജിഹാദികളെ സഹായിക്കുവാൻ വന്ന സാംസ്കാരിക നായകരെന്ന് അവകാശപ്പെടുന്ന ചിലർ പറയുന്നത് പോലെ ഇത് കേവലം പ്രണയവിവാഹങ്ങളല്ല. ഇങ്ങനെ പോകുന്ന കുട്ടികളെക്കുറിച്ച് പിന്നീട് ആർക്കും ഒരു വിവരവുമില്ല. ജീവിച്ചിരിക്കുന്നു എന്ന് പോലും മാതാപിതാക്കൾക്കറിയില്ല. വീട്ടിൽ അടിച്ചു കളിച്ച് നടന്ന പെൺകുട്ടികൾക്ക് മുഖം പോലും ഇല്ലാതാകുന്നു. പർദ്ദയിട്ട് മൂടിയാണ് ജീവിതം. അവരുടെ മുഖം പോലും കാണാനാവില്ല. ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയായ കുട്ടികൾ നൽകുന്ന വിവരണങ്ങൾ ഭീകരമാണ്. അവരുടെ രഹസ്യഭാഗങ്ങളിൽ പച്ചകുത്തുക പോലും ചെയ്യുന്നുവത്രേ. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതല്ല, അങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതാണ് വർഗീയത എന്ന മതേതരവാദികളുടെ സമീപനം ജോർജിൻ്റെ നിലപാടുകളെ അപ്പാടെ അംഗീകരിക്കാത്തവരെ പോലും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ആ അസ്വസ്ഥത കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല, അന്വേഷിച്ച് പരിഹരിക്കുന്നതാണ് മുന്നണികൾക്ക് നല്ലത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന പഴയകാല മുദ്രാവാക്യം പോലെ നിങ്ങളെന്നെ ഹിന്ദു രാഷ്ട്രീയവാദിയാക്കി എന്നാവും ജോർജ് പറയുക. കൂടുതൽ പേർ അങ്ങനെ പറഞ്ഞു പോകുന്ന ഇടവരുത്തരുത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലവ് ജിഹാദ് വിഷയമാകുമോ എന്ന ചോദ്യത്തിന് ക്രൈസ്തവ സമൂഹത്തിന് അത്തരം പരാതിയുണ്ടെന്നും അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്നും പറഞ്ഞ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയുടെ വായടപ്പിക്കുവാൻ ആദ്യം കളത്തിലിറങ്ങിയത് തങ്ങളുടെ മതേതര സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് തേടി കത്തോലിക്ക മെത്രാസന മന്ദിരങ്ങളിൽ കയറിയിറങ്ങുന്ന മുസ്ലിം ലീഗുകാരാണ്.
ഒരു സമൂഹത്തിന് അവരുടെ സങ്കടം പറയാൻ പോലും അനുവാദം ഇല്ലാത്തതാണോ ഇന്ത്യയിലെ മതേതരത്വം? അവർ പറയുന്നതിലെ യാഥാർത്ഥ്യം അന്വേഷിക്കാത്തതാണോ സാമൂഹിക നീതി? മതേതരത്വത്തിൻ്റെ മൂടുപടമിട്ട് മുസ്ലിം ലീഗ് കളിക്കുന്ന വർഗീയതയുടെ തനിനിറവും വ്യക്തമാവുകയാണ്. ഹാഗിയ സോഫിയ വിഷയത്തിൽ പ്രകടമാക്കപ്പെട്ട തനിനിറത്തിൻ്റെ ചെമ്പ് കൂടുതൽ തെളിയുന്നു. ഇത്തരം സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിലാണ് വിവിധ സമുദായങ്ങളിൽപ്പെട്ട യുവതി യുവാക്കളുടെ അടുത്തിടപെടലുകളെ പോലും മാതാപിതാക്കന്മാർ ഭീതിയോടെ വീക്ഷിക്കുന്നത്. ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾ മറ്റു ചില സമുദായങ്ങളിലെ പെൺകുട്ടികളെക്കാൾ കൂടുതൽ സ്വതന്ത്രമായി ഇടപഴകുന്നുണ്ട്. മറ്റു പലരും പുലർത്തുന്ന അടക്കവും ഒതുക്കവും അല്ല അവരുടേത്. അതുകൊണ്ട് ആൺകുട്ടികളുമായി അടുത്തിടപഴകാനും കൂടുതൽ തൻ്റെ ഇടം കാണിക്കുന്നു. ഈ തൻ്റെ ഇടം ബോധപൂർവം കെണിയാക്കപ്പെടുന്നു എന്നാണ് ചിലരുടെ ഭയം. അതിനടിസ്ഥാനവുമുണ്ട്. അടുത്ത കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ 2 MBBS വിദ്യാർത്ഥികൾ നടത്തിയ നൃത്തം വിവാദമാക്കപ്പെടാൻ ഇടയായത് അങ്ങനെയാണ്. ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെ ഓരോ തരത്തിൽ അടുപ്പത്തിലാക്കി കെണിയിലാക്കുന്നു എന്ന ഭീതി സമൂഹത്തിൽ ബലപ്പെടുകയാണ്. ആരില്ലെന്ന് പറഞ്ഞാലും അതാണ് സത്യം. അതുകൊണ്ട് മുസ്ലിം യുവാക്കളുമായി ഒരു പരിധിക്കപ്പുറമുള്ള അടുപ്പം അപകടമാണ് എന്ന് കരുതുന്ന മാതാപിതാക്കൾ വർദ്ധിക്കുന്നു. അത്തരം അടുപ്പങ്ങളെ വല്ലാത്ത ഭീതിയോടെ വീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ഭീതി ഫേസ്ബുക്കിലൂടെ പ്രകടമാക്കിയ ഒരു വ്യക്തിക്കെതിരെ കോടതി കേസടക്കം ലവ് ജിഹാദ് ശത്രുക്കൾ നടത്തിയ ആക്രമണങ്ങൾ അമ്പരപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ എന്തുമാത്രം വന്യമായ പ്രതികരണങ്ങളാണ് വന്നത്. മിക്കവാറും എല്ലാം മുസ്ലിം പേരുകാരുടേതായിരുന്നു. ഫേസ്ബുക്കിലെ പേരുകൾ ശരിയാകണമെന്നില്ല. അതുകൊണ്ട് പേരുകാരൻ യഥാർത്ഥത്തിൽ ആ സമുദായാംഗമോ എന്ന് തീരുമാനിക്കുവാനും കഴിയില്ല. നൃത്തത്തോട് തങ്ങളുടെ സമുദായത്തിലെ നായകർ കാണിക്കുന്ന പിന്തുണ കണ്ട് ബിഗ് ബോസ് പരിപാടിയിലെ മത്സരാർത്ഥിയായിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടേതായി വന്ന പോസ്റ്റും കൂട്ടി വായിക്കണം. ആ കുട്ടി പറഞ്ഞു, ഏതാനും വർഷം മുമ്പ് ഞാൻ ഇത്തരം ഒരു നൃത്തം ചെയ്തതിന് എന്നെ കടിച്ചു കീറിയവരെല്ലാം ഇപ്പോൾ നൃത്തത്തിന് അനുകൂലികളായി. ആ യുവതി പറഞ്ഞതാണ് ഇക്കൂട്ടരുടെ പ്രതികരണത്തിൻ്റെ പിന്നിലെ നിഗൂഢത വ്യക്തമാക്കുന്നത്. ഒരു മുസ്ലിം യുവാവും ഹൈന്ദവ യുവതിയും തമ്മിലുള്ള നൃത്തത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഫേസ്ബുക്കിൽ നിറഞ്ഞ മുസ്ലിം നാമധാരികൾ ഇത്തരത്തിൽ ഒരു നൃത്തം നടത്തുന്ന മുസ്ലിം പെൺകുട്ടിയെ എങ്ങനെയാവും കാണുക? ഒരു ഹൈന്ദവ യുവാവിനൊപ്പം ഇത്തരം ഒരു നൃത്തത്തിന് ഒരു മുസ്ലിം യുവതി തയ്യാറാകുമോ? ഒരു സിനിമാ താരത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെക്കുറിച്ച് അവരുടെ ഭർത്താവിന് കൊടുത്ത താക്കീതുകൾ കണ്ടതല്ലേ? തങ്ങളുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് അനുവദിക്കാത്തത് മറ്റുള്ള സമുദായത്തിലെ പെൺകുട്ടികൾ നടത്തുന്നതിനെ ശക്തമായി പിന്താങ്ങുന്നതിൽ എന്തോ പന്തികേട് തോന്നുന്നില്ലേ? ആരെയും കൂസാതെ മസ്തകമിളക്കി എല്ലാം തകർത്തു മുന്നേറുന്ന പല കൊമ്പന്മാരും വെറും പഴത്തൊലിയിൽ തെന്നി വീഴുന്നതും മാരകമായി പരിക്കേൽക്കുന്നതും പൊതുജീവിതത്തിൽ കാണുന്ന കൗതുകകരമായൊരു കാഴ്ചയാണ്. ഇതുപോലെ ഒന്നായി കാവൽ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കേണ്ടി വന്ന KT ജലീലിൻ്റെ പതനം. 1982 കരുണാകരൻ മന്ത്രിസഭയിൽ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന MP ഗംഗാധരനെതിരെ പൈപ്പ് കുംഭകോണമടക്കമുള്ള എത്രയോ വിവാദങ്ങൾ വന്നു. അവസാനം രാജിവെക്കേണ്ടി വന്നത് മകളുടെ വിവാഹപ്രായം സംബന്ധിച്ച കേസിൽ. കിങ് മേക്കറായിരുന്ന സാക്ഷാൽ കരുണാകരൻ വീണത് നിസ്സാരമായ ചാരക്കേസിൽ. 4 പതിറ്റാണ്ടിലേറെ മന്ത്രിയായിരുന്ന KM മാണിയെ നാറ്റിച്ചത് ബാർ കോഴക്കേസ്. അതുപോലെ വിവാദങ്ങളുടെ കൂട്ടുകാരനായ കേരളത്തിലെ ഇടതുപക്ഷ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കസേര തെറിച്ചത് കേവലം ഒരു ബന്ധു നിയമനം. മുഖ്യമന്ത്രിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവനെന്നും മുസ്ലിം ലീഗിൽ നിന്നും മുസ്ലിം സമുദായത്തെ ഇടതുപക്ഷത്ത് എത്തിക്കുന്നതിനുള്ള പാലം എന്നുമുള്ള മൂടുപടത്തിനുള്ളിൽ സർക്കാരിൻ്റെ മതേതര കാഴ്ചപ്പാടിനെക്കുറിച്ച് പോലും വലിയ സന്ദേഹമുയർത്തുകയും CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രഖ്യാപിത നിലപാടുകൾക്ക് പോലും വിരുദ്ധമായി പ്രവർത്തിക്കുകയുമായിരുന്നു ജലീൽ. വലതുപക്ഷത്തെ മുസ്ലിം ലീഗിനേക്കാൾ വലിയ സമുദായ സ്നേഹത്തോടെ ജലീൽ പെരുമാറുകയും മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളെ കബളിപ്പിക്കുകയും ചെയ്തതായാണ് അവരുടെ പരാതി. ജലീലിൻ്റെ അമേരിക്ക വിരുദ്ധതയും ഇസ്രായേൽ വിരോധവും തീ പിടിപ്പിക്കുന്ന വാക്കുകളും സഖാക്കളെയും തെറ്റിദ്ധരിപ്പിച്ചു. പഴയ സിമി പ്രവർത്തകനായ അദ്ദേഹം എല്ലാ കാലവും ആ കാഴ്ചപ്പാടുകൾ തന്നെ പ്രമാണമാക്കി. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും എല്ലാം പദവികൾ തരപ്പെടുത്തി കൊടുക്കുവാൻ തനിക്കുള്ള അധികാരം ശരിക്കും പ്രയോജനപ്പെടുത്തി. മാനുഷികതയുടെയും മതവികാരത്തിൻ്റെയും വാക്കുകൾ തരം പോലെ ഉപയോഗിച്ച് വികാരങ്ങളെ ജ്വലിപ്പിച്ച് തൻ്റെ ലക്ഷ്യങ്ങൾക്ക് ന്യായീകരണം സൃഷ്ടിച്ചു. ജലീൽ സ്വന്തം കാര്യങ്ങൾക്കായി മുസ്ലിം സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നതായി മുസ്ലിം യൂത്ത് ലീഗിന് പരസ്യ നിലപാടെടുക്കേണ്ടി വന്നു.
2016 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് കുടുംബശ്രീ കോഓർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് CPM കൊടുത്ത നിർദ്ദേശങ്ങൾ അവഗണിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നിയമനം നടത്തി. തദ്ദേശ വകുപ്പ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നതിന് വരെ അതായിരുന്നു കാരണമെന്ന് പറയുന്നവരുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വഴിയുള്ള സേവനങ്ങളെ മുസ്ലിം സമുദായത്തിന് മാത്രമുള്ളതാക്കി മാറ്റി. കരിപ്പൂരിലെ ഹജ്ജ് നിയമനം ഡെപ്യൂട്ടേഷൻ വഴി നടത്തേണ്ടിയിരിക്കെ മന്ത്രി തൻ്റെ ഇഷ്ടപ്രകാരം നിയമിച്ചതായി അന്ന് ആരോപണമുയർന്നു. ജലീലിൻ്റെ ഭാര്യ ഫാത്തിമ ജലീലിനെ വളാഞ്ചേരിയിലെ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി നിയമിച്ചതും കേരള വിദ്യാഭ്യാസ നിയമങ്ങൾ ലംഘിച്ചായിരുന്നു എന്ന് ആരോപണമുയർന്നു. തൃശൂർ ആസ്ഥാനമാക്കിയുള്ള സർക്കാർ സ്ഥാപനമായ കിലായിൽ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം 10 പേരെ നിയമിച്ചതിനെതിരെ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് MLA അനിൽ അക്കര ആക്ഷേപവുമായി വന്നു. അങ്ങനെ നിയമനം കിട്ടിയവരിൽ ഒരാൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യു എന്ന SFI പ്രവർത്തകനെ കൊലപ്പെടുത്തിയവരിൽ ഒരാളായ STPI പ്രവർത്തകനായിരുന്നു എന്നാണ് അക്കരെ ആരോപിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയുള്ള സ്വാധീനം ഉപയോഗിച്ച് എല്ലാം അദ്ദേഹം ആഗ്രഹിച്ച പ്രകാരം നടത്തി. CPMകാരുടെ ആവേശമായ പിണറായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും കേരളത്തിലെ പോലീസിന് അഭിമന്യുവിൻ്റെ എല്ലാ കൊലയാളികളെയും പിടിക്കാനായില്ല എന്ന ദുഃഖസത്യം ഇവിടെ കൂട്ടിവായിക്കപ്പെടണം. ലോകായുക്ത വിധിച്ച ജലീലിൻ്റെ ബന്ധു ആബിദിൻ്റെ നിയമന കാര്യത്തിൽ മാത്രമല്ല മന്ത്രിക്കെതിരെ ആക്ഷേപമുയർന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതോടെ മന്ത്രിയുടെ ഭരണം ഗംഭീരമായി. സർവകലാശാലകളെ സർക്കാർ വകുപ്പുകളെ പോലെ കരുതി നടപടികൾ ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിരുന്ന രാജൻ ഗുരുക്കളെ പോലുള്ള ഇടതു ചിന്തകർക്ക് പോലും ഗ്രഹിക്കാത്തതായിരുന്നു ജലീലിൻ്റെ വിപ്ലവങ്ങൾ. സർവകലാശാലകളുടെ ഭരണത്തിലും പരീക്ഷ നടത്തിപ്പിലും നേരിട്ട് ഇടപെടുകയായി. കേരള, കാലിക്കറ്റ്, മഹാത്മാഗാന്ധി, കൊച്ചി സർവകലാശാലകളിൽ അദാലത്ത് നടത്തി കാര്യങ്ങൾ തീരുമാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെയും സർവകലാശാലകളിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരാണ് അദാലത്തിൽ സംബന്ധിച്ചത്. ഇത്തരം ഒരു അദാലത്തിൽ വെച്ച് സാങ്കേതിക സർവകലാശാലയോട് മൂന്നാമതും ഉത്തരക്കടലാസ് പരിശോധിക്കുവാൻ മന്ത്രി കൽപ്പന കൊടുത്തു. സർവകലാശാല നിയമത്തിന് എതിരാണത്. മന്ത്രിയുടെ ഇടപെടലിന് നിയമമല്ല, മാനുഷിക പരിഗണനകളായി നീതീകരണം. ഞാൻ ഇനിയും ചെയ്യും, അതിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ജനത്തെ വെല്ലുവിളിച്ചു. ഇത്തരമൊരു അദാലത്തിൽ വെച്ച് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ BTechന് തോറ്റ 126 കുട്ടികൾക്ക് 5 മാർക്ക് വീതം കൂട്ടിക്കൊടുക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. പിന്നീട് ഈ നിർദ്ദേശം സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന് അംഗീകരിക്കേണ്ടി വന്നു. സർവകലാശാലകളിലെ നിർണായക ഫയലുകളെല്ലാം അദാലത്തിനായി മന്ത്രിക്ക് അയക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. മെഡിക്കൽ സർവകലാശാലയിലെ ഏതാനും MBBS വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂട്ടിക്കൊടുക്കുവാൻ മന്ത്രി ഇടപെട്ടെങ്കിലും സർവകലാശാലയുടെ ഗ്രീവൻസ് കമ്മിറ്റി ശക്തമായ നിലപാടെടുത്തത് അതിന് തടയിട്ടു. അദാലത്തുകൾക്കെതിരെ പരാതിയായി. ചാൻസലറായ ഗവർണർക്കും പരാതി കിട്ടി. അദ്ദേഹം അന്വേഷണം നടത്തുകയും അവ നിയമവിരുദ്ധമെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതോടെ അവയ്ക്ക് അവസാനമായി. ഈ തിരിച്ചടി ഉണ്ടായപ്പോഴെങ്കിലും മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ജലീലിൻ്റെ പ്രവൃത്തികൾ ലീഗുകാർക്ക് പോലും സഹിക്കാനാവാത്തതായി. കേരളത്തിൽ നിന്നും അന്യരാജ്യങ്ങളിലേക്ക് ഖുറാൻ കയറ്റി അയക്കുമ്പോൾ നിയമവിരുദ്ധമായി എന്തിന് UAE എംബസി വഴി ഖുറാൻ കൊണ്ടുവന്നു? അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മറവിൽ വേറെ പലതുമാവും എന്ന സംശയം ലീഗുകാർക്ക് തന്നെ ഉണ്ടായി. യൂത്ത് ലീഗ് പരസ്യമായി രംഗത്ത് വന്നു. ജലീൽ പക്ഷേ അസാമാന്യ മെയ്വഴക്കത്തോടെ പിടിച്ചു നിന്നു. അതിനിടെ പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ രാജിവെക്കാം, ഖുറാൻ വിതരണം ഇന്ത്യയിൽ നിയമവിരുദ്ധമോ തുടങ്ങിയ ചോദ്യങ്ങളും മന്ത്രി ഉയർത്തി. മതവികാരം ഉയർത്തി രക്ഷപ്പെടാനുള്ള നീക്കം എന്ന് ലീഗുകാർ പോലും പറഞ്ഞു. ന്യൂനപക്ഷ കമ്മീഷനിൽ ജനറൽ മാനേജരാകുവാൻ ജലീലിൻ്റെ ബന്ധുവിനായി നിയമം ഭേദഗതി ചെയ്യുവാൻ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിക്ക് 2016 ജൂലൈ 28 നേരിട്ട് കത്തയച്ചു. 2013 ജൂൺ 29 ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് തിരുത്തി തൻ്റെ ബന്ധുവിനുള്ള യോഗ്യതകൾ ആക്കാനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. ഈ കത്ത് ലോകായുക്തയ്ക്ക് ലഭിച്ചു. നിയമനം വിവാദമായി. ജലീൽ ഉറച്ചു നിന്നു, അവസാനം പിന്മാറി. ജലീലിൻ്റെ തന്നെ നാട്ടുകാരനായ ലീഗ് പ്രവർത്തകൻ PK മുഹമ്മദ് ഷാഫി ലോകായുക്തയിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തത് വേറെ ഏതെങ്കിലും സമുദായക്കാരനായിരുന്നുവെങ്കിൽ വർഗീയ കാർഡ് തന്നെ ഇളക്കി കളിക്കുമായിരുന്നു എന്നതിൻ്റെ സൂചനയല്ലേ ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ ഉയർത്തി നോക്കിയ ആക്ഷേപം? അവസാനം സത്യം ജയിച്ചു. ജലീലിന് പടിയിറങ്ങേണ്ടി വന്നു.
ലോകായുക്ത പരിശോധിക്കാത്ത ജലീലിൻ്റെ മറ്റു പ്രവൃത്തികളെക്കുറിച്ച് കൂടിയും ഇടപെടലുകളെക്കുറിച്ചും അന്വേഷണം വേണം. ജലീലിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിച്ചവരെ ജലീലിൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരാക്കി അദ്ദേഹം ചിത്രീകരിച്ച് സഹതാപം നേടി തടി രക്ഷിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണവും വേണം എന്ന വാദം ശക്തമാകുന്നുണ്ട്. താൻ അഴിമതി നടത്തിയില്ല എന്നതിന് ബാങ്ക് അക്കൗണ്ടിലെ ബാക്കി പത്രം വരെ അദ്ദേഹം ഉദ്ധരിച്ചു. തുക സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമാണോ എന്ന് ആർക്കും അറിയില്ല. ഇനി അതിന് വലിയ പ്രസക്തിയുമില്ല. വലിയ തട്ടിപ്പുകാർക്ക് പലപ്പോഴും സ്വന്തം അക്കൗണ്ടോ അതിൽ പണമോ പോലും കാണാറില്ലെന്ന സത്യം അറിയുന്നവരാണല്ലോ ജനം. പണം തട്ടിക്കുന്നത് മാത്രമല്ലല്ലോ അഴിമതി. നിറയെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിറഞ്ഞതും ഇഞ്ചി കൃഷിയെയും പാലം പണിയെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളെ നിന്ദിക്കുന്നതുമായ കുറിപ്പുകളിലൂടെ തൻ്റെ നിരപരാധിത്വം സമർത്ഥിക്കുന്ന ജലീൽ അത്ര നല്ലവനെങ്കിൽ എന്തേ വിജിലൻസ് അന്വേഷണത്തെ ഭയപ്പെടുന്നു? ലീഗിന് കിട്ടിയതുപോലുള്ള വലിയ വകുപ്പുകൾ കിട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ജലീലിൻ്റെ വികൃതികൾ എന്ന് ഭയപ്പെടുന്നവരും ഉണ്ട്. കണക്കുകളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ മറ്റ് ന്യൂനപക്ഷ സമുദായക്കാർ ജലീലിൻ്റെ പ്രവർത്തികളിലെ അന്യായം ചൂണ്ടിക്കാണിച്ചാൽ വർഗീയത എന്ന ആക്ഷേപവുമായി ഇടതുപക്ഷവും വലതുപക്ഷവും കളത്തിലിറങ്ങും. ജലീൽ രക്ഷപ്പെടും. ഇക്കുറി വന്നത് ലീഗുകാരായതുകൊണ്ട് അതുണ്ടാവില്ല. ജലീൽ തൻ്റെ നീക്കങ്ങൾ തുടർന്നു. ന്യൂനപക്ഷ കമ്മീഷനിലെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും നിയമനം സംബന്ധിച്ച നിയമനത്തിൽ പോലും ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങളെക്കാൾ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കായി മുൻതൂക്കം. തനിക്കും ഇനി ഉണ്ടാകാനിരിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിക്കും സമുദായ പരിഗണന വെച്ച് നിയമനം നടത്താൻ ആവുന്ന വിധം ജലീൽ നിയമങ്ങൾ ക്രമീകരിച്ചു. നിയമസഭയിൽ ഭേദഗതി ബിൽ കൊണ്ടുവന്ന് പാസാക്കി. മതേതരത്വം പറയുന്ന പാർട്ടിയുടെ മന്ത്രിസഭയിലെ അംഗമെന്ന നിലയിൽ അദ്ദേഹം സ്വന്തം സമുദായത്തിനും സ്വന്തക്കാർക്കുമായി വഴിവിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. നിയമവിരുദ്ധമായി UAE കോൺസുലേറ്റിൽ നിന്നും ഈന്തപ്പഴങ്ങളും ഖുറാൻ ഗ്രന്ഥങ്ങളും വാങ്ങി വിതരണം ചെയ്തു. ഈന്തപ്പഴങ്ങളും ഖുറാനും എന്ന പേരിൽ വന്ന കെട്ടുകളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവെന്ന് ആർക്കും അറിയില്ല. പാക്കറ്റുകൾ കസ്റ്റംസ് പരിശോധന നടത്തിയതുമില്ല. സ്വർണ്ണക്കള്ളക്കടത്തുമായി ഉയർന്ന കേസുകളിൽ കസ്റ്റംസും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അദ്ദേഹത്തെ പലവട്ടം ചോദ്യം ചെയ്തു. ഒരു സംസ്ഥാന മന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദമില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചത് വലിയ വിവാദമായി. കേന്ദ്ര ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് മന്ത്രി ഒളിച്ചുപോയതും വിവാദമായി. ന്യൂനപക്ഷ അവകാശങ്ങൾ മുസ്ലിം സമുദായത്തിന് 80-20 ക്രമത്തിൽ കൊടുത്തുകൊണ്ട് വർഗീയ പ്രീണനം നടത്തുന്നതിനും ക്രൈസ്തവരടക്കമുള്ള സമുദായങ്ങളെ അവഗണിക്കുന്നതിനുമെതിരെ മുറവിളി ഉയർന്നപ്പോൾ ക്രൈസ്തവർ വർഗീയത പറയുന്നു എന്നായി ചിത്രീകരണം. അത് കേട്ട് കുറേ പേർ നിശബ്ദരായെങ്കിലും അനീതിക്കെതിരായ വികാരം ശമിച്ചിട്ടില്ല. അതിൻ്റെ അടയാളമാണ് ന്യൂനപക്ഷ വകുപ്പ് ഭാവിയിൽ ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാതെ മുഖ്യമന്ത്രി നേരിട്ട് ഭരിക്കണം എന്ന മുറവിളിക്ക് പിന്നിലുള്ളത്. മുഖ്യമന്ത്രി കെ കരുണാകരൻ പട്ടികജാതി വകുപ്പ് ഭരിച്ച കാലത്തുണ്ടായതുപോലെ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഭാവനാസമ്പന്നമായ പദ്ധതികളുണ്ടായ ഏത് കാലമാണ് കേരളത്തിലുള്ളത്? ജലീൽ കേസിലെ ലോകായുക്തയുടെ വിധി എല്ലാവരും അംഗീകരിച്ചു. ജലീലിൻ്റെ അഭിഭാഷകർക്ക് പോലും ഇങ്ങനെയേ വിധി വരുമെന്ന് ഉറപ്പായിരുന്നു എന്ന് അനുമാനിക്കണം. വിധി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ പ്രഖ്യാപിക്കാവൂ എന്ന് അവർ ലോകായുക്തയോട് അഭ്യർത്ഥിച്ചതിൽ നിന്ന് അക്കാര്യം വ്യക്തമല്ലേ? എന്നാൽ ലോകായുക്തയ്ക്കെതിരെ കേരളത്തിലെ വലിയ മതേതര പ്രസ്ഥാനമായ INL വില കുറഞ്ഞ സന്ദേഹങ്ങൾ ഉയർത്തി നോക്കി. ആരും ഏറ്റുപിടിച്ചില്ലെങ്കിലും ജലീലിനെ രക്ഷിക്കാൻ അങ്ങനെ ഒരു വർഗീയവാദവും ഉയർത്തി നോക്കി. പണ്ട് ക്രിക്കറ്റ് വാതുവയ്പ് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ മുഹമ്മദ് അസറുദ്ദീൻ ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഈ അനുഭവം ഉണ്ടായത് എന്ന് പറഞ്ഞതുപോലെ ഒരു ന്യായമാണ് INL നേതാവ് സുപ്രീം കോടതി ജഡ്ജിയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനുമായിരുന്ന ലോകായുക്ത ജഡ്ജി സിറിയക് ജോസഫിനെതിരെ പറഞ്ഞത്. ഏതായാലും INLൻ്റെ ആക്ഷേപം ആരും വിലവച്ചില്ല. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് അതിൻ്റെ ഇരയാകുന്ന സമൂഹം പറയുമ്പോൾ അങ്ങനെ പറയുന്നത് മതേതരമല്ലെന്ന് രണ്ട് മുന്നണിയെക്കൊണ്ടും സമ്മതിപ്പിച്ച ലീഗുകാർ പോലും അത് സമ്മതിച്ചില്ല. പക്ഷേ ഇടത് ക്യാമ്പിലെ INLൻ്റെ മതേതരത്വ മുഖം വ്യക്തമായി. കേസ് പരിഗണിച്ച കോടതിയിൽ ജസ്റ്റിസ് ഹാറൂൺ ഉൾ റഷീദും ഉണ്ടായിരുന്നു എന്ന സത്യം അവർ മറച്ചുവെച്ചു. സിറിയക് ജോസഫിനെതിരായ വ്യാജ ആരോപണത്തിന് വാതിൽ തുറന്നത് CBI ആണ്. അഭയ കേസ് സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ CBI നിമിത്തമാക്കിയ ആക്ഷേപം ഉയർത്തിയായിരുന്നു നാഷണൽ ലീഗിൻ്റെ കളി.
കേസിൽ അദ്ദേഹം ഇടപെട്ടു എന്ന് വരുത്തുവാൻ CBI തന്നെ നടത്തിയ ശ്രമങ്ങളുണ്ടാക്കിയ കരിനിഴൽ ഇടയ്ക്കിടെ ഇങ്ങനെ ഉയർത്തപ്പെടാറുണ്ട്. കർണാടകയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അദ്ദേഹം 2008 മെയ് 23 ബാംഗ്ലൂരിലെ ഫോറൻസിക് സയൻറ്റിഫിക് ലബോറട്ടറി ഡയറക്ടറുടെ ക്ഷണപ്രകാരം ആ ലബോറട്ടറി സന്ദർശിച്ചു. ആ സന്ദർശനം അഭയ കേസിലെ നർക്കോ അനാലിസിസ് പരിശോധനാ ഫലത്തെ സ്വാധീനിക്കുവാനായിരുന്നു എന്ന ആക്ഷേപമാണ് CBI പറയാതെ പറഞ്ഞത്. കർണാടകയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് കേസന്വേഷണത്തിൽ ശാസ്ത്രീയ സങ്കേതങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ജഡ്ജിമാർക്കായി നടന്ന സെമിനാറിൽ പങ്കെടുത്ത സിറേക് ജോസഫിനെ ഫോറൻസിക് സെൻറ്റർ ഡയറക്ടർ ലാബ് സന്ദർശിക്കുവാൻ ക്ഷണിച്ചു. അഭയ കേസിലെ പ്രതികളുടെ തെളിവെടുപ്പ് റിപ്പോർട്ട് CBIക്ക് കൈമാറി 7 മാസത്തിന് ശേഷമായിരുന്നു ആ സന്ദർശനം. അന്ന് അദ്ദേഹം ആ നാർക്കോ പരിശോധനയുടെ CD കണ്ടതായി ലാബിൻ്റെ ഡയറക്ടർ പറഞ്ഞതായി CBI കേരള ഹൈക്കോടതിയിൽ പറഞ്ഞു. 2006 കേരള ഹൈക്കോടതി രജിസ്ട്രാർ വഴി അഭയ കേസിൽ തന്നെ സ്വാധീനിക്കാൻ സിറേക് ജോസഫ് ശ്രമിച്ചതായി എറണാകുളത്തെ ആക്ടിംഗ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായിരുന്ന VT രഘുനാഥൻ പറഞ്ഞതും വടിയാക്കുന്നവരുണ്ട്. 2005 ഉത്തരാഖണ്ഡിലേക്ക് ചീഫ് ജസ്റ്റിസായി സിറേക് ജോസഫ് സ്ഥലം മാറിപ്പോയ കാര്യം നല്ല ഓർമ്മ ഉള്ളവരും ഇത് ആവർത്തിക്കുന്നു. ഈ ആക്ഷേപങ്ങളുടെ മറവിൽ അദ്ദേഹത്തിനെതിരെ ലോ കമ്മീഷനിൽ പരാതിപ്പെടാൻ അഭിഭാഷകരുടെ സംഘടനയിലെ ഇടത് തീവ്രവാദികൾ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. ഭൂരിഭാഗം അഭിഭാഷകരും എതിർത്തവരിൽ അന്ന് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായ ഇപ്പോഴത്തെ മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ളയും ഉണ്ടായിരുന്നു. രാജി ഒഴിവാക്കി പിടിച്ചു നിൽക്കാൻ പരമാവധി നോക്കി. നിയമമന്ത്രി ബാലനെ പോലുള്ളവർ ജലീലിൻ്റെ സംരക്ഷണത്തിനെത്തി. മുഖ്യമന്ത്രിയുടെ മനസ്സാണ് ബാലൻ പറഞ്ഞതെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. ലോകായുക്തയുടെ വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി ജലീൽ ഹൈക്കോടതിയിലെത്തി. സർക്കാരും ആ നിലപാടിനെ പിന്താങ്ങി. ന്യൂനപക്ഷ കോർപ്പറേഷനിലെ നിയമനം സംബന്ധിച്ച് ലോകായുക്ത പരിശോധിച്ചുകൂടാ എന്ന വാദം വരെ ജലീലിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചു. വാദം കേട്ട ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല. ഈ മന്ത്രി ഇപ്പോഴും അധികാരത്തിൽ തുടരുന്നുവോ എന്ന് അത്ഭുതത്തോടെ കോടതി ചോദിക്കുകയും ചെയ്തു. അധികാരത്തിൽ തുടരാനുള്ള എല്ലാ നീക്കവും പരാജയപ്പെട്ടു. വെള്ളിയാഴ്ച ഉണ്ടായ വിധിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത ചൊവ്വാഴ്ച രാജിവെച്ചു. എന്നിട്ടും ധാർമ്മികത കൊണ്ടാണ് താൻ രാജിവെച്ചതെന്ന് മന്ത്രി അവകാശപ്പെട്ടു. കോടതി വിധിയെ തുടർന്ന് പല മന്ത്രിമാരും രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ ആരോടും അധികാരം വിടണം എന്ന് കോടതി കൽപ്പിച്ചതായി ഓർക്കുന്നില്ല. കേസിൽ കുറ്റക്കാരനെന്ന് വന്നതുകൊണ്ടോ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയാകണം എന്നിങ്ങനെയുള്ള കോടതിയുടെ നിരീക്ഷണങ്ങളുടെ പേരിലോ ഒക്കെയായിരുന്നു ആ രാജികൾ. എന്നാൽ ഇവിടെ മന്ത്രിയെ നീക്കം ചെയ്യണമെന്നായിരുന്നു ലോകായുക്ത മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ചത് ധാർമ്മികതയാണത്രേ. മന്ത്രിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണെങ്കിലും ലോകായുക്തയുടെ വിധി സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾ കാത്തുകൊണ്ടുള്ളതായിരുന്നു. വിധി വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടന്നതിൻ്റെ 3-ാം ദിവസമായിരുന്നു. ഏറെക്കാലം മുമ്പേ വാദം പൂർത്തിയായ ഈ കേസിൻ്റെ വിധി ഒരാഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ എന്ന് ജനാധിപത്യ മുന്നണിക്കാർ അത്യാഗ്രഹത്തോടെ പറയുന്നുണ്ട്. ഉപലോകായുക്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കാലത്തുണ്ടായിരുന്ന ജീവിത പ്രമാണങ്ങളൊന്നും ഇപ്പോഴില്ലേ എന്ന് പഴയകാല സംഭവങ്ങൾ ഓർമ്മിക്കുന്നവർ സംശയം ചോദിക്കുന്നു. വാദം കേട്ടാൽ 10-15 ദിവസത്തിനകം വിധി പറയുന്നവനാണ് താനെന്ന തൻ്റെ ശൈലിയെക്കുറിച്ച് റഷീദ് ജഡ്ജി അക്കാലത്ത് ഉന്നയിച്ച അവകാശവാദം ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. എന്നാൽ ലോകായുക്ത സിറേക് ജോസഫ് ആകട്ടെ വിധി കൊണ്ട് ഉദ്ദേശിക്കാത്ത ദോഷം ഉണ്ടാകാതിരിക്കുവാൻ എക്കാലവും ശ്രദ്ധിച്ചിരുന്നു. 2009 മുലായം സിംഗ് യാദവിനെതിരായ കേസിൽ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സിറേക് ജോസഫ് വിധി വൈകിച്ചു എന്ന ആക്ഷേപം BJPക്ക് ഇന്നുമുണ്ട്. UPAക്ക് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്ന ആക്ഷേപമുണ്ടായിരുന്നു. അതുപോലെ ഈ വിധി ഏപ്രിൽ 9 വന്നത് ഇടതുമുന്നണിക്ക് വലിയ സഹായമായി. അല്ലെങ്കിൽ ജലീൽ ഏറെ വോട്ട് നഷ്ടപ്പെടുത്തുമായിരുന്നു എന്നാണ് നിരീക്ഷകരുടെ മതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധി പറയാവൂ എന്ന് ജലീലിൻ്റെ അഭിഭാഷകർ ലോകായുക്തയോട് അഭ്യർത്ഥിച്ചിരുന്നു അത്രേ. ആ അഭ്യർത്ഥന ലോകായുക്ത സ്വീകരിച്ചു. ഈ അഭ്യർത്ഥന ഒരു കാര്യം വ്യക്തമാക്കുന്നു: ലോകായുക്തയുടെ തീർപ്പ് എന്താകും എന്നത് സംബന്ധിച്ച് ജലീലിൻ്റെ അഭിഭാഷകർക്കുണ്ടായിരുന്ന ബോധ്യം. വിവാഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഭദ്രതയ്ക്ക് അപകടകരമായ ഒരു വിധിയാണ് വിവാഹിതരാവാതെ ഒന്നിച്ചു ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ വിവാഹിതരെ പോലെ കണക്കാക്കണമെന്ന് കേരള ഹൈക്കോടതി അടുത്ത കാലത്ത് പുറപ്പെടുവിച്ച വിധി എന്ന ഭീതി ഉയർന്നു.
പിന്നെ വിവാഹം എന്തിന് എന്ന ചോദ്യം ഉയരാം. ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിവാഹിതരായ ദമ്പതികളുടെ മക്കൾക്കുള്ള സംരക്ഷണങ്ങളുണ്ടെന്നും ഹൈക്കോടതി പറയുന്നു. അതുമല്ല, തനിച്ച് ജീവിക്കുന്ന അമ്മമാരെ സർക്കാർ പിന്തുണയ്ക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു. നാട്ടിൽ സിംഗിൾ മദർമാർ വർദ്ധിക്കുവാൻ ഇടയാക്കുന്ന നിർദ്ദേശമാണിത്. വിദേശ രാജ്യങ്ങളിൽ കുടിയേറുന്ന ചിലർ അവിടെയെത്തി ഭാര്യയെ നിയമപ്രകാരം ഉപേക്ഷിച്ച് സർക്കാർ സഹായത്തിന് അർഹയാക്കുകയും നാട്ടിൽ പോയി വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന് ഇത്തരം സംരക്ഷണത്തിന് അവകാശിയാക്കുകയും ചെയ്യുന്ന തന്ത്രങ്ങളുണ്ട്. ഇതിനെല്ലാം നികുതി പണം കൊടുക്കണം എന്ന് പറയുന്നതിൽ വല്ലാത്ത അനീതിയില്ലേ? ഭർത്താവ് മരിച്ചതുകൊണ്ടോ അതുപോലുള്ള കാരണങ്ങളാലോ ക്ലേശിക്കുന്നവരെ സഹായിക്കുന്നത് പോലാണോ ഒത്തുവാസത്തിന് ഇറങ്ങിത്തിരിച്ച് ഒറ്റയാകുന്നവരുടെ കാര്യം? അവരെ ദമ്പതികളെ പോലെ കണക്കാക്കുന്ന കോടതി ജീവനാംശം വാങ്ങിക്കൊടുത്താൽ പോരെ? 2018 പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടെ പരിചയപ്പെട്ട ഒരു യുവാവും യുവതിയും വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചും ഒത്തുവാസം തുടങ്ങി. ഈ താമസത്തിനിടയിൽ 2020 ഫെബ്രുവരിയിൽ യുവതി പ്രസവിച്ചു. ജോലിക്കായി കേരളം വിട്ട യുവാവ് യുവതിയുമായി അകന്നു. യുവതി കുഞ്ഞിനെ ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. 2021 ഫെബ്രുവരി 2 കുഞ്ഞിനെ ദത്തു നൽകി. ഇതിനുശേഷം ഞങ്ങൾക്ക് കുഞ്ഞിനെ തിരിച്ചു തരണം എന്ന ആവശ്യവുമായി യുവാവും യുവതിയും കോടതിയെ സമീപിച്ചു. അവരുടെ അപേക്ഷ റിവിഷൻ ഹർജിയായി സ്വീകരിച്ചാണ് കോടതി ഇതെല്ലാം പറഞ്ഞത്. സംഭവം വിപ്ലവകരമെങ്കിലും സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് ദോഷകരമാവും എന്ന് ഭയപ്പെടണം. കുപ്രസിദ്ധമായ കേരളത്തിലെ ചാരക്കേസിൽ തുടരന്വേഷണം നടത്തുവാൻ സുപ്രീം കോടതി CBIയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2018 സെപ്റ്റംബറിലാണ് ചാരക്കേസിലെ ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ജസ്റ്റിസ് DK ജെയിൻ അധ്യക്ഷനായ സമിതിയെ സുപ്രീം കോടതി നിയമിച്ചത്. സമിതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി DK പ്രസാദും കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായി VS സെന്തിലും ഉണ്ടായിരുന്നു. അവർ 2021 റിപ്പോർട്ട് സമർപ്പിച്ചു. ജെയിൻ കമ്മിറ്റി എങ്ങനെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് ബന്ധപ്പെട്ട പലരും സംശയം പ്രകടിപ്പിച്ചു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരായ സിബി മാത്യുവിൻ്റെ അഭിഭാഷകൻ തൻ്റെ കക്ഷിക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് ജെയിൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും കോടതി ഗൗരവമായി എടുത്തില്ല. റിപ്പോർട്ടിലെ ഉള്ളടക്കവും രഹസ്യം. ബന്ധപ്പെട്ടവർക്ക് പോലും അതിൻ്റെ കോപ്പി കൊടുക്കില്ല. അടുത്ത കാലത്ത് സുപ്രീം കോടതി എടുക്കുന്ന മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമാണിത്. ഏതാനും നാൾ മുമ്പ് ചീഫ് ജസ്റ്റിസ് ഗൊഗോയ്ക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന ആക്ഷേപത്തിന്മേൽ റിട്ടയർഡ് ജഡ്ജി AK പട്നായിക് അന്വേഷണം നടത്തി 2019 ഒക്ടോബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഗൊഗോയ്ക്കെതിരെ ഗൂഢാലോചന നടന്നതായി സംശയിക്കണമെന്ന് പട്നായിക് കണ്ടെത്തിയതായി കോടതി പറഞ്ഞു. റിപ്പോർട്ട് ആരെയും കാണിച്ചില്ല. 2 വർഷം മുമ്പ് നടന്ന സംഭവമായതുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുവാൻ ബുദ്ധിമുട്ടാവും എന്ന ന്യായം പറഞ്ഞ് കോടതി തുടരന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ചു. ആ കോടതിയാണ് 1994 നടന്ന ചാരക്കേസിൻ്റെ തുടരന്വേഷണത്തിന് വിധിക്കുന്നത്. നിയുക്ത ചീഫ് ജസ്റ്റിസ് NV രമണയ്ക്കെതിരെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി കൊടുത്ത പരാതിയും അന്വേഷിച്ച് തള്ളിയതായി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ പ്രഖ്യാപിച്ചു. ആരോട് അന്വേഷിച്ചുവെന്നോ എന്തെല്ലാമാണ് കണ്ടെത്തലെന്നോ അന്വേഷണം ആര് നടത്തി എന്നതടക്കം എല്ലാം രഹസ്യം. റിപ്പോർട്ട് നിയുക്ത ചീഫ് ജസ്റ്റിസിനെ കുറ്റവിമുക്തനാക്കി എന്ന് മാത്രം നാട്ടുകാരോട് പറഞ്ഞു. ഇതാണ് സുപ്രീം കോടതിയുടെ അടുത്ത കാലത്തെ സമീപനങ്ങൾ. ഗുജറാത്ത് കലാപത്തിൽ മോദി സർക്കാരിനെതിരെ മൊഴി കൊടുത്ത DGP ശ്രീകുമാറിനെ കൊടുക്കാനാണ് ചാരക്കേസിലെ CBI അന്വേഷണമെന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അദ്ദേഹത്തോടൊപ്പം മൊഴി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ ജയിലിലാക്കി. കേരളത്തിൽ മുൻ DGP സിബി മാത്യൂസ്, KK ജോഷ്വ, S വിജയൻ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. സമർത്ഥരെന്നും സത്യസന്ധരെന്നും ജീവിതകാലത്താകെ പേരുകേട്ട് ജീവിച്ച നല്ല ഉദ്യോഗസ്ഥരെ കൊടുക്കാനാണ് നീക്കമെങ്കിൽ നഷ്ടപ്പെടുന്നത് പോലീസ് സംവിധാനത്തിൻ്റെ ആത്മവിശ്വാസമാകും. ISRO ചാരക്കേസിലെ സത്യത്തെക്കുറിച്ച് കാരവാൻ മാസിക അടുത്ത കാലത്ത് നടത്തിയ അന്വേഷണ റിപ്പോർട്ടെങ്കിലും ബന്ധപ്പെട്ടവർ വായിച്ചിരുന്നെങ്കിൽ. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ശക്തമായ പ്രാർത്ഥന അനിവാര്യമാകുന്ന നാളുകളിലാണ് നാട്. ഷിലോഹൻ്റെ കാഴ്ചകൾ വീണ്ടും അടുത്തയാഴ്ച.